നമ്മൾ റിക്വസ്റ്റ് എന്താ, റെസ്പോൺസ് എന്താണെന്നൊക്കെ പഠിച്ചു. നമുക്ക് പുതിയൊരു സാധനം പഠിക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന എക്സ്പ്രസ്സിനെ ഇമ്പോർട്ട് ചെയ്ത് ഒരു ബേസിക് ആയിട്ട് ഹലോ വേൾഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൺ ചെയ്യാൻ വേണ്ടിയിട്ട് npm റണ്ണിൻ്റെ നമ്മുടെ പ്രീവിയസ് പ്രോജക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൽ വേറെ ചേഞ്ചും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ നോട്ട് മോഡിനെ കൊണ്ട് റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. 3000 പോർട്ടിലുണ്ട്. അപ്പോൾ നമ്മൾ ബ്രൗസർ വന്നിട്ട് ലോക്കൽ ഹോസ്റ്റ് :3000 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു ഹലോ വേൾഡ് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇൻസ്പെക്റ്റ് കൊടുത്തിട്ട് ഇതിൽ നെറ്റ്വർക്ക് ടാബിൽ പോയി കഴിഞ്ഞാൽ എന്നിട്ട് അതൊന്നും കൂടെ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നടക്കുന്ന കാര്യങ്ങൾ കാണാൻ പറ്റും. ഇവിടെ കാണാം ലോക്കൽ ഹോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സെർവറിനോട് 3000 എന്നുള്ള പോർട്ടിൽ എന്താണ് ഒരു ഗെറ്റ് റിക്വസ്റ്റ് കൊടുക്കുകയാണ്. നമ്മൾ പറഞ്ഞു റിക്വസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ക്ലയൻറ്റ്, അതായത് ബ്രൗസർ ആയിക്കോട്ടെ മൊബൈൽ ആപ്പ് ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ, ക്ലയൻറ്റ് സെർവറിനോട് ചോദിക്കുകയാണ് എന്തെങ്കിലും ഒരു സാധനം തരാൻ വേണ്ടിയിട്ട്. അതാണ് ഗെറ്റ് റിക്വസ്റ്റ്. അപ്പോൾ സെർവർ അതിനൊരു റെസ്പോൺസ് തരുന്നതാണ്. നമുക്കിവിടെ ജസ്റ്റ് ഹലോ വേൾഡ് ആണ് റെസ്പോൺസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പിന്നെയും കുറേ സ്റ്റാറ്റസ് കോഡ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ റിക്വസ്റ്റിനകത്ത് ഹെഡേഴ്സൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. റിക്വസ്റ്റ് ഒബ്ജക്റ്റിനെ നമ്മൾ കൺസോൾ ലോഗ് ചെയ്യുന്ന സമയത്ത് ഈ ഹെഡേഴ്സ് കുറച്ച് സാധനങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതെന്താണെന്നുള്ളത് നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പഠിക്കാം. ഇവിടെ നമുക്ക് നോക്കാനുള്ളത് എന്തെങ്കിലും ഒരു സാധനത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗെറ്റ് റിക്വസ്റ്റ് കൊടുക്കുന്നത്. ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഗെറ്റ് റിക്വസ്റ്റ് മാത്രമല്ല പോസ്റ്റ് റിക്വസ്റ്റ് ഉണ്ട്, പുട്ട് റിക്വസ്റ്റ് ഉണ്ട്, പാച്ച് റിക്വസ്റ്റ് ഉണ്ട്. എന്താ ഈ സംഭവം എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കോഡ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം app.get എന്ന് പറഞ്ഞിട്ട് ഒരിത്, എന്നിട്ട് അതിൽ നമ്മൾ അതിൻ്റെ ഹാൻഡലർ ഫംഗ്ഷൻ ഉണ്ട്. അത് rs.send hello world കൊടുത്തു കഴിഞ്ഞപ്പോൾ ഹലോ വേൾഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഞാനിത് ഇതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് എന്താണ് ഗെറ്റിൻ്റെ പകരം ഞാൻ പോസ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ഇത് ഹായ് വേൾഡ് എന്ന് കൊടുക്കുകയാണേ. അപ്പം നമ്മൾ ബ്രൗസറിൽ തുറന്നിട്ട് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗസർ എന്ന് പറയുന്നത് ഗെറ്റ് റിക്വസ്റ്റ് ആണ് കൊടുക്കുക. ഡീഫോൾട്ടായിട്ട് ഗെറ്റ് റിക്വസ്റ്റ് ആണ് കൊടുക്കുക. നമ്മൾ ബ്രൗസറിൽ ഒരു URL കൊണ്ടുപോയിട്ട് ടൈപ്പ് ചെയ്യുന്ന സമയത്ത്, ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുന്ന സമയത്ത് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇവിടെ ഇപ്പം ലോക്കൽ ഹോസ്റ്റ് എന്നുള്ള പേര് മാറിയിട്ട് നമ്മളെ കമ്പ്യൂട്ടറിനാണ് പറയുന്നതെങ്കിലും നമ്മൾ URL ഒക്കെ ആണെങ്കിൽ അഥവാ നമ്മൾ ഡൊമൈൻ നെയിമൊക്കെ ആണെങ്കിൽ ആ ഡൊമൈൻ നെയിമിനെ IP അഡ്രസ്സ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ DNS റെസൊല്യൂഷൻ എന്ന് വിളിക്കാം. കൺവേർട്ട് ചെയ്തതിന് ശേഷമായിരിക്കും റിക്വസ്റ്റ് ഒക്കെ പോകുന്നത്. എങ്ങനെയായാലും അവിടെ ഒരു ഗെറ്റ് റിക്വസ്റ്റ് ആണ് പോവുക. അതായത് നമ്മൾ URL എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സാധനം നമ്മൾ ബ്രൗസറിനകത്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഗെറ്റ് റിക്വസ്റ്റ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഗെറ്റ് റിക്വസ്റ്റ് മാത്രമല്ല പോസ്റ്റ് റിക്വസ്റ്റും ഉണ്ട്. അതേപോലെ തന്നെ വേറെ കുറേ ടൈപ്പ് റിക്വസ്റ്റുകളുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ VS കോഡിൽ നിങ്ങൾ എക്സ്റ്റൻഷൻസിൽ പോയിട്ട് തണ്ടർ ക്ലൈൻറ്റ് സെർച്ച് ചെയ്യുക. തണ്ടർ ക്ലൈൻറ്റ് സെർച്ച് ചെയ്താൽ ആദ്യം വരുന്ന സാധനം ഇൻസ്റ്റാൾ ചെയ്യുക. ഇതാണ് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ തണ്ടർ ക്ലൈൻറ്റ് കാണാൻ പറ്റും. അത് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ബാക്ക് എൻഡ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അഥവാ നമ്മൾ കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ API ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് വിളിക്കും. അപ്പോൾ ഈ സാധനത്തിന് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യണം നമുക്ക്. ഓക്കെ, അപ്പോൾ ബ്രൗസറിനകത്ത് നമുക്കിപ്പോൾ ഗെറ്റ് റിക്വസ്റ്റ് വളരെ സിമ്പിളായിട്ടുള്ള സാധനങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള സാധനങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ടൂൾസ് അവൈലബിൾ ആണ്. നമ്മൾ പോസ്റ്റ്മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ടൂൾസ് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ സിമ്പിളായിട്ട് VS കോഡിനകത്ത് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് തണ്ടർ ക്ലൈൻറ്റ് എന്നുള്ള ടൂളാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് അതിന് ന്യൂ റിക്വസ്റ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇതിലെന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ URL സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ http:// എന്നിട്ട് ലോക്കൽ ഹോസ്റ്റ് :3000 എന്ന് കൊടുക്കാം. ഓക്കെ, ഇത് മാത്രം കൊടുത്താൽ മതി, വേറൊന്നും വേണ്ട. എന്നിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് താഴ്ത്തി വെക്കാണ്. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് കാണാം നമ്മളെ URL സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഗെറ്റാണ്. ഞാൻ ജസ്റ്റ് സെൻഡ് അടിക്കുകയാണേ. ഇപ്പോൾ സെൻഡ് അടിച്ച സമയത്ത് ഇവിടെ കാണാം സ്റ്റാറ്റസ് 200. ഓക്കെ, റെസ്പോൺസ് വന്നിട്ടുണ്ട് ഹലോ വേൾഡ്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ബ്രൗസറിനല്ലാണ്ട് നമുക്ക് ഈ ഒരു എക്സ്റ്റൻഷൻ്റെ അകത്തുനിന്നും നമുക്ക് എന്ത് ചെയ്യാം, റിക്വസ്റ്റ് അയക്കാൻ പറ്റും. അപ്പം നമ്മൾ കോഡിനകത്ത് സെറ്റ് ചെയ്ത് വെച്ച്, ഞാൻ കൺട്രോൾ ടാബ് അടിച്ച് നമ്മളെ കോഡ് കാണാൻ പറ്റും. കോഡിനകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത് ഗെറ്റ് റിക്വസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഹലോ വേൾഡ് എന്നാണ് വരുന്നത്. ഇനി പോസ്റ്റ് റിക്വസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഹായ് വേൾഡ്. അപ്പോൾ പോസ്റ്റ് റിക്വസ്റ്റ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ ഗെറ്റ് മാറ്റിയിട്ട് പോസ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഞാൻ സെൻഡ് അടിക്കുകയാണ്. അപ്പോൾ ഹായ് വേൾഡ് വന്നു. അപ്പം രണ്ടും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും എന്താണ്, // തന്നെയാണ്. രണ്ട് എൻ പോയിന്റ് സെയിം ആണ്, രണ്ട് റൗട്ട് സെയിം ആണ്, രണ്ട് ലൊക്കേഷൻ സെയിം ആണ്, രണ്ട് URL സെയിം ആണ്. പക്ഷെങ്കിലോ ഒന്ന് ഗെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തഡാണ്, മറ്റേത് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തഡാണ്. ഇത് രണ്ടും നമ്മൾ വ്യത്യാസം എന്നുള്ളത് ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ഗെറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തിനെ നേരെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഒരു HTML പേജ് അല്ല അങ്ങനത്തെ എന്തെങ്കിലും സാധനത്തിനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഗെറ്റ്. അതായത് ബ്രൗസർ അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട് എൻഡ് നമ്മളോട് ചോദിക്കുകയാണ് ഈ സാധനം എനിക്ക് തരുമോ, അല്ലെങ്കിൽ ഇവിടെ ഇപ്പം ഇതിനകത്ത് തന്ന എന്താണ് സാധനം അത് എനിക്ക് തരുമോ എന്നുള്ളത് ചോദിക്കുകയാണ്. ഈ പോസ്റ്റ് റിക്വസ്റ്റ് ആണെങ്കിൽ അങ്ങനെയല്ല. പോസ്റ്റ് റിക്വസ്റ്റ് പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, അങ്ങോട്ട് അയക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ പോസ്റ്റ് റിക്വസ്റ്റിൽ സാധാരണ നമ്മൾ ഡാറ്റ അങ്ങോട്ട് കൊടുക്കാറുണ്ട്. ഓക്കെ, ഡാറ്റ എങ്ങനെ കൊടുക്കാമെന്നുള്ള നമുക്ക് പറയാം. അപ്പോൾ ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഗെറ്റ് റിക്വസ്റ്റ് പോലെ തന്നെ നമുക്ക് പോസ്റ്റും കൊടുക്കാം,
പോസ്റ്റിൻ്റെ പ്രത്യേകത പോസ്റ്റ് ഡാറ്റ സെർവറിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫ്രണ്ട് എൻഡിൽ നിന്ന് ബാക്ക് എൻഡിലേക്ക് ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ടാണ് പോസ്റ്റ് റിക്വസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇനി പോസ്റ്റ് മാത്രമൊന്നുമില്ല കേട്ടോ, ഞാനത് കുറച്ചും കൂടെ ഒന്ന് മാറ്റിയിട്ട് ഇത് ഞാൻ ഗെറ്റ് എന്ന് കൊടുക്കുകയാണ്, ഞാൻ പോസ്റ്റ് എന്ന് കൊടുക്കുകയാണ്. ഇനി അടുത്തൊരു റിക്വസ്റ്റ് ഉണ്ട് പുട്ട്. ഓക്കെ, പുട്ട് എന്ന് കൊടുക്കുകയാണ്. പിന്നെ ഉള്ളത് പാച്ച് കൊടുക്കുകയാണ്. പിന്നെ ഡിലീറ്റ്. ഇപ്പോൾ ഞാൻ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരേ URL ആണല്ലേ, ഒരേ എൻഡ് പോയിൻ്റ് ആണ്. ചില ഓരോന്നും മെത്തേഡുകൾ ഡിഫറെൻ്റ് ആണ്. ഒന്ന് ഗെറ്റാണ്, മറ്റൊന്ന് പോസ്റ്റാണ്, മറ്റൊന്ന് പുട്ടാണ്, മറ്റൊന്ന് പാച്ചാണ്, മറ്റൊന്ന് ഡിലീറ്റ് ആണ്. നമുക്ക് ഓരോന്നും കൊടുത്തു നോക്കാം. നമ്മൾ തണ്ടർ ക്ലയൻറ്റിൽ പോസ്റ്റ് റിക്വസ്റ്റ് കൊടുത്തപ്പോൾ എന്താ വരുന്നത് നോക്കാം. പോസ്റ്റ്. ഇനി ഗെറ്റ് കൊടുത്തെങ്കിലോ ഗെറ്റ്. ഇനി പുട്ടാണെങ്കിലോ പുട്ട് ഇട്ടിട്ടുണ്ട്. ഡിലീറ്റ് ആണെങ്കിലോ ഡിലീറ്റ് ഇട്ടിട്ടുണ്ട്. പാച്ച് ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നും എന്താണെന്നുള്ള പറയാം. ഗെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനത്തിനെ ചോദിച്ചു വരുന്നതിനാണ് ഗെറ്റ്. അതായത് നമുക്കൊരു ഫ്രണ്ട് എൻഡിൽ എന്തെങ്കിലും ഡാറ്റ കാണണം, അല്ലെങ്കിൽ ഒരു വെബ് പേജ് വേണം, അല്ലെങ്കിൽ ഒരു ഫയൽ വേണം, അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം ഇങ്ങോട്ട് ചോദിക്കുന്നതാണ് യൂഷ്വലി ഗെറ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ പാരാമീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ പറ്റിയൊന്നും ആലോചിക്കണം. ഗെറ്റ് എന്ന് വെച്ചാൽ ആകെ ഇത്ര ആലോചിച്ചാൽ മതി. അങ്ങോട്ട് ഡാറ്റ അഥവാ ഫ്രണ്ട് എൻഡിന് ഡാറ്റ ആവശ്യമുള്ളപ്പോൾ ഫ്രണ്ട് എൻഡ് ചോദിക്കുന്നതാണ് ഗെറ്റ്. അടുത്ത പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് എൻഡിന് എന്തോ ആവശ്യമുണ്ട്, പക്ഷേ ആവശ്യമുള്ളത് മാത്രമല്ല അതിലെന്തോ ഒന്ന് പ്രോസസ്സ് ചെയ്യാൻ കുറച്ച് ഡാറ്റ സെർവറിലേക്ക് ആദ്യം തരും. അപ്പോൾ സെർവറിന് കുറച്ച് സാധനങ്ങൾ ഇങ്ങോട്ട് കിട്ടിയതിന് ശേഷമാണ് സെർവർ തിരിച്ച് കൊടുക്കുന്നെങ്കിൽ അതിനാണ് പോസ്റ്റ് നൽകി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ യൂസർ നെയിമും പാസ്വേഡും നമ്മൾ ഫ്രണ്ട് എൻഡിൽ നിന്ന് ബാക്ക് എൻഡിലേക്ക് എത്തണം. അപ്പോൾ അവിടെ ഡാറ്റ പാസ് ചെയ്യണം. അങ്ങനെ ഡാറ്റ പാസ് ചെയ്യേണ്ട കേസിൽ പോസ്റ്റ് റിക്വസ്റ്റ് ആണ് കൊടുക്കാം. അപ്പം ചോദിക്കുന്നത് ഗെറ്റിൽ ഡാറ്റ പാസ് ചെയ്യാൻ പറ്റില്ല. ഗെറ്റിൽ ഡാറ്റ പാസ് ചെയ്യാനൊക്കെ പറ്റും, പക്ഷേങ്കിൽ ഗെറ്റിൽ നമ്മൾ ആ ഒരു റിക്വസ്റ്റിന് എന്താണ് നമുക്ക് ആവശ്യമുള്ളത്, എന്താണ് നമ്മൾ ഗെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അതിനെപ്പറ്റിയുള്ള ഡാറ്റ മാത്രമേ കൊടുക്കുള്ളൂ. അഥവാ നമുക്കിപ്പോൾ ഇത്രാമത്തെ പേജിലെ ഡാറ്റ കിട്ടണം, അല്ലെങ്കിൽ ഈ പേരുള്ള സാധനം കിട്ടണം, അല്ലെങ്കിൽ ഈ ഫിൽറ്ററുള്ള സാധനം കിട്ടണം, അങ്ങനെ എന്തെങ്കിലും സാധനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗെറ്റ് എന്നുണ്ടെങ്കിൽ പോസ്റ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ വലിയ ഡാറ്റ ആദ്യം സെർവറിലോട്ട് അയച്ചിട്ട് സെർവർ അത് പ്രോസസ്സ് ചെയ്തിട്ട് തിരിച്ചയക്കുമ്പോഴാണ് പോസ്റ്റ്. ഓക്കെ, ഇത് നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് കാണാം, അപ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. പിന്നെ ഉള്ളത് പുട്ടാണ്. പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെർവറിൽ ബാക്ക് എൻഡിൽ ഒരു ഡാറ്റ ഉണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ഡാറ്റാബേസിൽ എവിടെയെങ്കിലും ആയിക്കോട്ടെ ഒരു ഡാറ്റ ഉണ്ട്. ആ ഡാറ്റേനെ എടുത്തിട്ട് പുതിയൊരു ഡാറ്റ അതിൻ്റെ പ്ലേസിൽ കൊണ്ടുപോയി വെക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു യൂസർ ഉണ്ടെന്ന് വിചാരിച്ചു. യൂസറിൻ്റെ ID 1 ആണ്. ഓക്കെ, അതിൽ യൂസറിൻ്റെ പേര്, യൂസറിൻ്റെ ഇമെയിൽ, എന്തൊക്കെയോ ഡീറ്റെയിൽസ് ഉണ്ട്. ID 1 ഉള്ള ഒരു യൂസർ ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ പുട്ട് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ യൂസറിനെ മാറ്റിയിട്ട് വേറൊരു പുതിയ ഒബ്ജക്റ്റിനെ കൊണ്ടുപോയി വെക്കുമ്പോഴാണ് പുട്ട്. അതായത് ഉള്ള സാധനത്തിന് എടുത്തിട്ട് പുതിയൊരു സാധനത്തിന് വെക്കാനാണ് പുട്ട് റിക്വസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഗെറ്റ് എന്താ നമുക്ക് ഡാറ്റ ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, പോസ്റ്റ് എന്താ നമുക്ക് സെർവറിലോട്ട് അങ്ങോട്ട് ഡാറ്റ കുറച്ച് കൊടുക്കാനുണ്ടെങ്കിൽ, പുട്ട് എന്താ ഉള്ള സാധനം മാറ്റിയിട്ട് പുതിയൊരു സാധനം റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിലീറ്റ് എന്താ ഡിലീറ്റ് ഒന്നുമില്ല, ഒരു സാധനത്തെ കളയാൻ വേണ്ടിയിട്ടായിരിക്കും ഡിലീറ്റ്. പിന്നെ പാച്ച് ഉണ്ട്. പാച്ച് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പുട്ട് പോലെ തന്നെയാണ്. പുട്ടിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എൻ്റെയർ എൻറ്റിറ്റീനെ അഥവാ എൻ്റെയർ ഒബ്ജക്റ്റിനെ മാറ്റിയിട്ട് പുതിയൊരു ഒബ്ജക്റ്റിനെ വെക്കുകയാണെങ്കിൽ പാച്ചിൽ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി മാത്രമാണ് മാറ്റുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞു യൂസർ ID 1 ഉള്ളൊരു യൂസറിന് ആ യൂസറിൻ്റെ പേര് മാറ്റണം, അല്ലെങ്കിൽ ഇമെയിൽ മാറ്റണം, എന്തെങ്കിലും ഒരു ഫീൽഡ് മാറ്റണം. അതായത് ചെറിയ ചേഞ്ചുകളാണെങ്കിൽ അഥവാ വലിയ സാധനം മൊത്തം റീപ്ലേസ് ചെയ്യാണ്ട് ചെറിയ എന്തെങ്കിലും പാച്ച് വർക്ക് ആണെങ്കിൽ നമ്മൾ പാച്ച് റിക്വസ്റ്റാണ് കൊടുക്കുക. പിന്നെ ഉണ്ട് ഹെഡ് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഈ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കില്ല. കോമൺ ആയിട്ട് നമ്മൾ ഗെറ്റും പോസ്റ്റും ഡിലീറ്റും പാച്ചും അല്ലെ ഡിലീറ്റും പുട്ടും അത് ഓരോരുത്തരുടെ ഡിസൈൻ അനുസരിച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് ടൈപ്പ് ഓഫ് റിക്വസ്റ്റുകൾ വരുന്നത്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് പുതിയൊരു സാധനം നോക്കാം. നമ്മൾ പറഞ്ഞു ഗെറ്റ് റിക്വസ്റ്റ് എന്ന് വെച്ചാൽ ക്ലയൻറ്റിന് എന്തെങ്കിലും ഒരു ഡാറ്റ ചോദിച്ച് വരുന്നതാണ്. പോസ്റ്റ് റിക്വസ്റ്റ് എന്ന് വെച്ചാൽ ക്ലയൻറ്റ് നമുക്ക് എന്തെങ്കിലും ഒരു ഡാറ്റ തന്നിട്ട് ആ ഡാറ്റനെ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നതാണ് യൂഷ്വലി പോസ്റ്റ് റിക്വസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം ആ പോസ്റ്റ് റിക്വസ്റ്റിൽ എങ്ങനെയാണ് ക്ലയൻറ്റിൽ നിന്ന് ഡാറ്റ എടുക്കുന്നത് എന്നുള്ള കാണിച്ചു തരാം. ഓക്കെ, അതായത് ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ യൂസർ നെയിം പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യാണ്. ആ പ്രോസസ്സിൽ യൂസർ നെയിമും പാസ്വേഡും എന്ന് പറഞ്ഞിട്ടുള്ള ആ സാധനം ഉണ്ടല്ലോ, അത് ക്ലയൻറ്റ് നമുക്ക് തരുന്നതാണല്ലോ. അതായത് ഇപ്പോൾ നമ്മൾ ഫോണിലാണെങ്കിലും ഏതെങ്കിലും ബ്രൗസറിലാണെങ്കിലും സൈറ്റ് തുറന്നിട്ട് നമ്മൾ യൂസർ നെയിം പാസ്വേഡ് അടിച്ച് എൻ്റർ കൊടുക്കുമ്പോൾ ആ യൂസർ നെയിം പാസ്വേഡും ഫ്രണ്ട് എൻഡിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ ബാക്ക് എൻഡിലേക്ക് അയച്ചു തരുന്നുണ്ടല്ലോ. ആ അയച്ചു തരുന്ന സാധനം നമുക്കിങ്ങനെ ആക്സസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് അങ്ങനെ ഡാറ്റ അയക്കാൻ ഒരുപാട് മെത്തേഡുകളുണ്ട്. ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഡാറ്റ അയക്കുന്ന ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് JSON ആണ്. JSON ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് നോട്ടേഷൻ ആണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം. ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ പുതിയൊരു കൺസെപ്റ്റ് ഉണ്ട് മിഡിൽ വെയർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പോൾ തൽക്കാലം ഒന്നും മൈൻഡ് ആക്കണം. ഇവിടെ ജസ്റ്റ് ഞാൻ പറയുന്ന സാധനം അതേപോലെ ടൈപ്പ് ചെയ്താൽ മതി. ഇവിടെ ആപ്പ് കൊടുക്കുക, എന്നിട്ട് .use എന്ന് പറയാം കേട്ടോ. എന്നിട്ട് ഇവിടെ
എക്സ്പ്രസ് ഡോട്ട് ജേസൺ. ഓക്കെ, ഇത് മാത്രം കൊടുത്തേക്ക്. ഇത് എന്താണെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ആപ്പ് ഡോട്ട് യൂസ് എക്സ്പ്രസ് ഡോട്ട് ജേസൺ കൊടുക്കാം. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമ്മൾ പറഞ്ഞു റിക്വസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ REQ എന്ന് പറഞ്ഞിട്ടുള്ള റിക്വസ്റ്റ് ഒബ്ജക്റ്റിൽ ഉണ്ടാവും. ഞാനിവിടെ എന്ത് ചെയ്യാണ്, കൺസോൾ ഡോട്ട് ലോഗ് REQ ഡോട്ട് ബോഡി എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ട്. അത് ഞാനിവിടെ കൺസോൾ ലോഗിയാണ്. അത് ഞാൻ സേവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഒന്നുമില്ല. നമ്മൾ പറഞ്ഞു പോസ്റ്റ് റിക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫ്രണ്ട് എൻഡിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡാറ്റ ഇങ്ങോട്ട് അയക്കുന്ന സമയത്ത് ആ ഡാറ്റേനെ പ്രോസസ്സ് ചെയ്തിട്ട് റെസ്പോൺസ് കൊടുക്കുന്ന ടൈപ്പ് റിക്വസ്റ്റിനാണ് പോസ്റ്റ് റിക്വസ്റ്റ് എന്ന് വിളിക്കുക. ഓക്കെ, അതിൽ ഫ്രണ്ടിൽ നിന്ന് വരുന്ന ഡാറ്റേനെ നമുക്ക് ഇങ്ങനെ ആക്സ് ചെയ്യാൻ നോക്കാം. ആക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മേലെ, അതായത് നമ്മൾ റൗട്ടൊക്കെ കൊടുക്കുന്നതിന് മേളിലായിട്ട് ആപ്പ് ഡോട്ട് യൂസ് എന്ന് പറഞ്ഞിട്ട് എക്സ്പ്രസ് ഡോട്ട് ജേസൺ എന്നുള്ളൊരു ഫംഗ്ഷൻ വിളിക്കുന്ന മാതിരി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. ഇതൊരു മിഡിൽ വെയർ ആണ്. മിഡിൽ വെയർ എന്താണെന്ന് നമുക്ക് പറയാം. എന്നുവെച്ചാൽ നമ്മളിവിടെ റിക്വസ്റ്റ് ഡോട്ട് ബോർഡ് ഞാൻ കൺസോൾ ലോഗ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ തണ്ടർ ക്ലയൻറ്റ് തുറന്നിട്ട് ഇവിടെ ഞാനൊരു പോസ്റ്റ് റിക്വസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലിവിടെ ബോഡി എന്നുള്ളൊരു സെക്ഷനിലേക്ക് പോവാം. നിങ്ങൾക്ക് കാണാം, ഞാൻ പറഞ്ഞു ഫ്രണ്ട് എൻഡിൽ നിന്ന് ബാക്ക് എൻഡിലേക്ക് ഡാറ്റ കൊടുക്കാൻ പല ഫോർമാറ്റുകളുണ്ട്. XML ഫോർമാറ്റ് ഉണ്ട്, JSON ഉണ്ട്, ഫോം എൻകോഡഡ് ഉണ്ട്, അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ JSON ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ JSON എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മളെ പൈത്തണിൽ ഡിക്ഷണറി അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റിൽ ഒബ്ജക്റ്റ് ഒക്കെ മാതിരി 2 കേളി ബ്രേസ് ഇടാം. എന്നിട്ട് ഒരു കീ വാല്യൂ പെയറായിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യാണ്, യൂസർ നെയിം എന്നുള്ള കീ അതിൽ ഞാൻ അലക്സ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് കോമ പാസ്വേഡ് എന്നുള്ള കീ അതിൽ ഞാൻ 1 2 3 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു JSON ഒബ്ജക്റ്റിനെ ഉണ്ടാക്കി. JSON ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, കേളി ബ്രേസിൻ്റെ ഉള്ളിൽ കീ വാല്യൂ പേഴ്സ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്ന സാധനത്തിന് JSON ഒബ്ജക്റ്റ് എന്ന് വിളിക്കാം. ഞാൻ എന്നിട്ട് സെൻഡ് അടിക്കാടെ. ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മൾ ഫ്രണ്ട് എൻഡിൽ നിന്ന് പാസ് ചെയ്ത ഈ സാധനം നമ്മളെ ബാക്ക് എൻഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയ റിക്വസ്റ്റ് ഡോട്ട് ബോഡിയിൽ. അതിന് നമ്മൾ എന്തൊക്കെ ചെയ്ത്, ആദ്യം ചെയ്യേണ്ട കാര്യം ആപ്പ് ഡോട്ട് യൂസ് എക്സ്പ്രസ് ഡോട്ട് JSON എന്നുള്ള സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മിഡിൽ വെയർ ആണ്, JSONൻ്റെ ബോഡി പാസിങ്ങിനുള്ള മിഡിൽ വെയർ ആണ്. പണ്ട് ബോഡി പാസ് എന്ന് പറഞ്ഞിട്ടൊരു പാക്കേജ് ആയിരുന്നു, അത് പിന്നെ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള പാക്കേജിലേക്ക് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത്. അതൊന്നും മൈൻഡ് ആക്കണ്ട, ജസ്റ്റ് ഈ ഒരു സാധനം കൊടുക്കണം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്റ് റിക്വസ്റ്റിനകത്ത് നമുക്ക് റിക്വസ്റ്റ് ഡോട്ട് ബോഡി ആക്സ് ചെയ്യാൻ പറ്റും. ബോഡീൻ്റെ പ്രത്യേകത, അതിൽ ഡാറ്റ ഉണ്ടാവും, ഡാറ്റ പല ഫോർമാറ്റിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ തണ്ടർ ക്ലയൻറ്റിനകത്ത് ബോഡി എന്നുള്ള സെക്ഷനിൽ പോയിട്ട് JSON ആയിട്ട് സെറ്റ് ചെയ്തതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇത് മറന്നെന്ന് വിചാരിക്കാം, ആപ്പ് ഡോട്ട് യൂസ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കാം. എന്നിട്ട് നിങ്ങൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് റിക്വസ്റ്റ് ഡോട്ട് ബോഡി കൺസോൾ ലോഗ് ചെയ്ത് നോക്കിയെന്ന് വിചാരിക്കാം. എന്നിട്ട് ഞാൻ സെൻഡ് അടിച്ചാൽ കണ്ടോ അൺഡിഫൈൻഡാണ് കിട്ടുക. വെച്ചാൽ ബോഡിയിൽ ഡാറ്റ ഉണ്ട്, പക്ഷേ എന്താവില്ല, അത് പാസ്സാവില്ല, JSON ആയിട്ട് കിട്ടില്ല. അപ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാധനം ആദ്യം സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്തുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് HTTP മെത്തഡുകളുണ്ട്. ഗെറ്റ് ഉണ്ട്, പോസ്റ്റ് ഉണ്ട്, പുട്ട് ഉണ്ട്, പാച്ച് ഉണ്ട്, ഡിലീറ്റ് ഉണ്ട്, ഹെഡ് ഉണ്ട്, കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഓരോന്നിൻ്റെ യൂസ് കേസ് സിമ്പിളായിട്ട് പറഞ്ഞു. ഗെറ്റ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സാധനം ഫ്രണ്ട് എൻഡിന് ആവശ്യമുള്ള സമയത്ത്, മീൻസ് എന്തെങ്കിലും സാധനത്തിനെ ചോദിക്കുകയാണ് ചെയ്യുന്നത്. പോസ്റ്റ് എന്ന് വെച്ചാൽ അങ്ങനെ ഇങ്ങോട്ട് എന്തെങ്കിലും ഒരു ഡാറ്റ തന്നിട്ട് അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് എടുക്കുന്ന സാധനമാണ്. ഡിലീറ്റ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സാധനത്തിനെ കളയാൻ വേണ്ടിയിട്ടുള്ളതാണ്. പുട്ട് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സാധനത്തിനെ എൻ്റയർലി മാറ്റിയിട്ട് പുതിയൊരു സാധനമാക്കി മാറ്റാനാണ് പുട്ട്. ഈ പാച്ച് ഉണ്ട്, പാച്ചിൻ്റെ പ്രത്യേകത മൊത്തമായിട്ട് മാറ്റില്ല, എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഫീൽഡ് മാത്രമേ മാറ്റുള്ളൂ. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് യൂസ് കേസ് വരുമ്പോൾ പറയാം കേട്ടോ. मेरा ये चैनल सब्सक्राइब करें और मेरे हर अपडेट आपको मिले, इसके लिए बेल आइकन जरूर दबाइएगा। आप सभी को मेरी ढेर सारी शुभकामनाएं।